എതിർപ്പാളയത്തിൽ കരുതലോടെ നീങ്ങുകയാണ് കേരള കോൺഗ്രസ് ജോസഫും UDFും. സ്വന്തം പാളയത്തിലാവട്ടെ മുന്നണിയിലെ പ്രധാന കക്ഷിയായ CPMനെ സംശയത്തോടെ നോക്കുകയാണ് ഒരു വിഭാഗം നേതാക്കൾ. ഇതാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേരിടുന്ന പ്രധാന പ്രതിസന്ധി. തോമസ് ചാഴിക്കാടൻ വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നതിനോട് എതിർപ്പുള്ളവർ വിഷയം കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ മന്ത്രി VN വാസവനെ തോൽപ്പിച്ച ചാഴിക്കാടനോട് CPMകാർക്ക് വിരോധമുണ്ടാകുമെന്നാണ് ഇവരുടെ വിലയിരുത്തൽ. അവരുടെ നേതാവിനെ തോൽപ്പിച്ച ആൾ തന്നെ വന്ന് അവരുടെ വോട്ട് കൊടുക്കാൻ പറയുമ്പം അത്രമാത്രം മാനസിക വികാസമുള്ള രാഷ്ട്രീയ ആശയപരമായ കാഴ്ചപ്പാടിലൊക്കെ നിൽക്കുന്ന ആളുകളാണെന്ന് പറയാൻ പറ്റുമോ? കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജ് രംഗത്ത് വരുമ്പോൾ ജോസ് കെ മാണി തന്നെ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഫ്രാൻസിസ് ജോർജിന് പ്ലസ് പോയിന്റ് ഉണ്ട്. കാരണം തോമസ് ചാഴിക്കാടൻ രാഷ്ട്രീയത്തിൽ കൂടെ വന്നയാളല്ല, കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥികളുടെ കൂടെ ഒന്നും വന്നയാളല്ല. ഫ്രാൻസിസ് ജോർജിൻ്റെ പിതാവ് KM ജോർജ് സാറ് കോൺഗ്രസിൻ്റെ നേതാവും കോൺഗ്രസിൻ്റെ നിയമസഭയിലെ കക്ഷിയുടെ ഭാരവാഹിയും ഭരിക്കുമ്പോൾ അതോടൊപ്പം 12 വർഷക്കാലം പാർട്ടിയുടെ ഏകകണ്ഠമായി പാർട്ടി ചെയർമാനായിരുന്ന ആളാണ്. 64 പോലും മരിക്കുന്ന 76 വരെ. UDF സ്ഥാനാർത്ഥിക്കായി കോട്ടയത്ത് ചുവരെഴുത്തും തുടങ്ങിയിട്ടുണ്ട്. പേര് എഴുതാനുള്ള സ്ഥലം ഒഴിച്ചിട്ടാണ് ചുവരെഴുതുന്നത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.